വർഷം 2013 മെയ് 26. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുന്നേ ഈഡൻ ഗാർഡൻസിനായിരുന്നു പട്ടാഭിഷേകത്തിന്റെ ആതിഥേയത്വം വഹിക്കാനുള്ള നിയോഗം. മൂന്നാം കിരീടം തേടിയെത്തിയതായിരുന്നു തലയും സംഘവും. സ്വപ്ന സാക്ഷാത്കാരത്തിന് മുംബൈ ഇന്ത്യൻസും. ക്രിക്കറ്റ് ദൈവം അന്ന് അവർക്ക് തുണയായി കൂട്ടിനില്ലായിരുന്നു. നാണയഭാഗ്യം മുംബൈക്കൊപ്പമായിരുന്നു. രോഹിത് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ ഇന്നിംഗ്സ് പാതി വഴിയിൽ എത്തിയപ്പോൾ തന്നെ രോഹിത്തിന്റെ തീരുമാനം തെറ്റിയോ എന്ന് സംശയിച്ചുപോയി. 10ാം ഓവറിലേക്ക് കടന്നപ്പോൾ 52 റൺസിൽ 4 വിക്കറ്റ് എന്ന നിലയിലേക്ക് മുംബൈ കൂപ്പുകുത്തിയിരുന്നു. പക്ഷേ അവർക്കായി മധ്യനിരയിലെ വിശ്വാസമായി അമ്പട്ടി റായിഡു ഉണ്ടായിരുന്നു. അവരുടെ എക്കാലത്തെയും രക്ഷകനായി പൊള്ളാഡും. റായിഡു ക്രീസിൽ നിലയുറപ്പിച്ചപ്പോൾ പൊള്ളാഡ് തന്റെ തനത് ശൈലിയിൽ ബാറ്റ് വീശി. മുംബൈ 148 എന്ന സ്കോറിലേക്ക് എത്തി. ആ സ്കോർ കണ്ടവരെല്ലാം ചെന്നൈ 3ാം കിരീടത്തിലേക്കെന്ന് വിധി എഴുതി. മൈക്കൽ സെയും മുരളി വിജയും ഇറങ്ങുകയാണ്. ആത്മവിശ്വാസം അവരുടെ മുഖത്ത് അലയടിച്ചിരുന്നു. മറുവശത്തെ ശാന്തത. പക്ഷേ വേട്ടക്കിറങ്ങുന്ന പോലെയായിരുന്നു മുംബൈ താരങ്ങൾ അന്ന് മൈതാനത്തേക്ക് കുതിച്ചത്. 4ാം പന്തിൽ ഹസിയുടെ പ്രതിരോധത്തെ തച്ചുടച്ച് മല്ലിംഗയുടെ വേഗപ്പന്ത് സ്റ്റമ്പ് വീഴ്തു. സ്വപ്ന തുടക്കം. ഒരു അസാധാരണ ബൗളിംഗ് പ്രകടനത്തിന്റെ ആദ്യ ചുവട് മാത്രമായിരുന്നു അത്. അടുത്ത പന്തിൽ സുരേഷ് റെയ്നയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. കാർത്തികിന്റെ കൈകളിൽ ബദ്രിനാഥിന്റെ ഫൈനൽ അവസാനിച്ചു. സ്കോർ ബോർഡ് ഫുട്ബോൾ മത്സരത്തെ ഓർമ്മിപ്പിക്കും വിധം. 3 റൺസിന് 3 വിക്കറ്റ്. വിജയും ബ്രാവോയും ചേർന്ന രക്ഷാപ്രവർത്തനം. പക്ഷേ പവർ പ്ലേ തീരും മുൻപ് ഋഷി ധവാൻ ബ്രാവോയെ മടക്കി. പിന്നീട് ഹർഭജനും ഓജയും പന്തെടുത്തു. ജഡേജയും ക്രിസ് മോറിസും ഡക്ക്. മോർക്കൽ 10 റൺസ്. വിജയ് 18 റൺസ്. 12ാം ഓവറിലേക്ക് എത്തുമ്പോൾ 58 റൺസിന് 8 വിക്കറ്റ് വീണിരുന്നു. ചെന്നൈ ഒരിക്കലും മറക്കാത്ത ദിവസമായി 2013 മെയ് 26 മാറുകയായിരുന്നു. കപ്പലിൽ അവശേഷിച്ചത് കപ്പിത്താൻ മാത്രം. ധോണി മുംബൈയുടെ കിരീടധാരണം വൈകിപ്പിച്ചു. 45 പന്തിൽ 63 റൺസ് എടുത്ത ധോണിയുടെ പ്രകടനം ചെന്നൈയുടെ നാണക്കേടിന്റെ വലിപ്പം 23 റൺസാക്കി കുറച്ചു. 2010 തങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത കിരീടം തിരിച്ചു പിടിച്ച് മുംബൈയുടെ ഒരു മധുര പ്രതികാരം. കനക കിരീടം രോഹിത് നൽകിയത് റിക്കി പോണ്ടിങ്ങിന്റെയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും കൈകളിലേക്ക്. ക്രിക്കറ്റ് ആരാധകർ ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കുന്ന ഒരു ഫ്രെയിം.